മണിമുല്ലയ്ക്ക് നാഗമുല്ല എന്നൊരു പേരുണ്ട്. അതായത് നാഗം ചുറ്റി പടരുന്ന പോലെ പടർന്ന് കയറി പോവുകയും അല്ലെങ്കിൽ ഡിസംബർ ക്രീപ്പർ എന്ന പേര് ഡിസംബർ മാസം മാത്രം പൂക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രണ്ട് പേരുകളിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇത് എല്ലാവരും വളർത്താത്തത് ഒരു പക്ഷേ വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂ വരുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കും. കാത്തിരിക്കാൻ ക്ഷമയുള്ളവർക്ക് വളരെ നല്ലൊരു ചെടിയാണ് വീടുകളിൽ വളർത്തുന്നതിന് മണിമുല്ല. ഇത് മലേഷ്യൻ ചെമ്പകം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല മനോഹരമായ ചെമ്പകപ്പൂവാണ്. ലോട്ടസ് റോസാണ്. ലോട്ടസ് റോസ് എന്ന് വെച്ചാൽ താമരപ്പൂ വിരിയുന്ന പോലെയാണ് ഇതിൻ്റെ ഓരോ ഇതളുകളും വിരിഞ്ഞു വരുന്നത്. പൊങ്കാലയിട്ട ബാക്കി കളങ്ങളാണ്, ചേര കയറാതെ എടുത്ത് ഉടച്ച് കളയാൻ തുടങ്ങിയപ്പോൾ അത് എടുത്ത് പൊട്ടിച്ച് പെയിൻറ്റ് ചെയ്തെടുത്തത്. ഇത് ആഫ്രിക്കൻ പീച്ച് വെറൈറ്റിയിലുള്ള ലൂട്ടിനോ പീച്ച് എന്ന് പറയുന്ന വെറൈറ്റിയിലുള്ള ഒരു ആഫ്രിക്കൻ ലവ് ബേർഡ്. അവർ എഗ് ചെയ്തിരിക്കുകയാണ്. 2 മുട്ടകളുണ്ട്. അതേപോലെ ഈ കൂടുകളിലെല്ലാം അവർ മുട്ടയിട്ടിരിക്കുക. ഇപ്പം തക്കാളി, പയർ, വെണ്ട തന്നെ, അത് ആനക്കൊമ്പൻ വെണ്ട, പച്ച വെണ്ട, ചുവന്ന വെണ്ട, അങ്ങനെ പല വെറൈറ്റീസ് അല്ല. മാലയൊക്കെ കിട്ടുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനമല്ലേ. ഇതിപ്പം തിലോപ്പിയ ഇനത്തിലുള്ള മീനുകളെ ഇട്ടേക്കുന്നത്. ഇനി കുറച്ച് മീനുകളെ അവശേഷിക്കുന്നുള്ളൂ. വലിയ സൈസൊക്കെ പിടിച്ച് കഴിഞ്ഞു. നമസ്കാരം. അഞ്ചലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അഞ്ചൽ അഭിലാഷ് സാറിൻ്റെ വീട്ടിലാണ്. തടിക്കാട് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകനാണ് അഭിലാഷ് സാർ. അഭിലാഷ് സാറിൻ്റെ കൃഷി വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത് മണിമുല്ലയാണ്. മണിമുല്ല വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് പൂക്കൾ ഇടുന്നത്. അത് ഡിസംബർ മാസമാണ്. ഒരു 5 ദിവസം നിൽക്കുന്ന മനോഹരമായ പൂക്കളുടെ കാഴ്ചകൾ. അവിടെ നിറയെ തേനീച്ചകളുണ്ട്. അതുപോലെ മനോഹരമായ ഈ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ മണിമുല്ല പലരുടെയും വീടുകളിൽ ഒരുപക്ഷെ കാണുമായിരിക്കും. നിങ്ങൾ ഇതിനകത്ത് പൂ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഇതിനെ വെട്ടിക്കളയുന്നുണ്ടായിരിക്കും. എന്നാൽ മണിമുല്ല വളരെ മനോഹരമായ ഒരു ചെടിയാണ്. നല്ല മണം. ഈ വീടിൻ്റെ പരിസരത്ത് എത്തുമ്പോൾ തന്നെ നല്ല വാസനയാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. ഞാൻ തടിക്കാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ചെടികളും കിളികളും ഒക്കെ ആയിട്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടാനായിട്ട് ആണ് വന്നത്. പ്രധാനമായിട്ട് നമുക്കിവിടെ ഉള്ള ഇന്നിപ്പം പൂത്തൊളിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ മണിമുല്ലയാണ്. മണിമുല്ല എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂവിടുന്ന ഒരു 4-5 ദിവസത്തേക്ക് മാത്രം കാണുന്ന ഒരു ദൃശ്യ വിരുന്നാണ് ഈ മണിമുല്ല എന്ന് പറയുന്നത്. ആ മണിമുല്ലയിൽ വന്നു കൂടുന്ന ചിത്രശലഭങ്ങളും തേനീച്ചകളും അതിൻ്റെ ഒരു സുഗന്ധവും എല്ലാം ആരെയും ആകർഷിക്കാൻ പോകുന്ന ഒരു ഭംഗിയുള്ള ഒരു സാധനമാണ് ഈ മണിമുല്ല. മണിമുല്ലയോടൊപ്പം തന്നെ മറ്റ് കുറച്ച് ചെടികളും കിളികളും ഒക്കെ ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മണിമുല്ല ഇത് ഏകദേശം 3 വർഷത്തോളമായിട്ട് എൻ്റെ വീട്ടിലുണ്ട്. ഓരോ വർഷം കഴിയും തോറും നമ്മൾ അത്രത്തോളം മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിൽ ഇത് മനോഹരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസത്തിൽ മാത്രം പൂക്കുകയും ആ ഒരു 4-5-6 ദിവസം കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്ന ഒരു ചെടിയാണ്. എങ്കിൽ പോലും ഇതിനെ നമുക്ക് അത്രത്തോളം ഇഷ്ടം വരാൻ കാരണം ആ 5 ദിവസം മതി ഒരു വർഷത്തെ മുഴുവൻ എഫക്റ്റ് തരാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൽ വന്ന് കൂടുന്ന തേനീച്ചകളായാലും ബട്ടർഫ്ലൈസ് ആയാലും എല്ലാം എത്ര ചെടി നട്ടാലും ഇത്രയും ഒരു സുഖം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചെടികളെയും കിളികളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ മണിമുല്ലയ്ക്ക് നാഗമുല്ല എന്നൊരു പേരുണ്ട്. അതായത് നാഗം ചുറ്റി പടരുന്ന പോലെ പടർന്ന് കയറി പോവുകയും അല്ലെങ്കിൽ ഡിസംബർ ക്രീപ്പർ എന്ന പേര് ഡിസംബർ മാസം മാത്രം പൂക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 2 പേരുകളിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇത് എല്ലാവരും വളർത്താത്തത് ഒരു പക്ഷേ വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂ വരുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കും. കാത്തിരിക്കാൻ ക്ഷമയുള്ളവർക്ക് വളരെ നല്ലൊരു ചെടിയാണ് വീടുകളിൽ വളർത്തുന്നതിന് മണിമുല്ല. ഇത് മലേഷ്യൻ ചെമ്പകം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല മനോഹരമായ ചെമ്പകപ്പൂവാണ്. അത് മിക്സഡ് കളറാണ്. വയലറ്റും വെള്ള എല്ലാം കൂടെ കലർന്ന ഒരു പൂവും അതിന് നല്ല ഒരു സുഗന്ധമുള്ളതാണ്. ചെമ്പകപ്പൂ പോലെ നിറയെ പൂക്കുകയും ചെയ്യും. മലേഷ്യയിൽ നിന്ന് വന്നാണ് മലേഷ്യൻ ചെമ്പകം എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ ഇത് മരമുല്ല. വലിയ മരം പോലെയായി നിറയെ മുല്ലപ്പൂ ഉണ്ടാകുന്ന ഒരു ഇനം വെറൈറ്റിയാണ് മരമുല്ല. പിന്നെ ഇത് പലതരം ചെമ്പരത്തിയുടെ തന്നെ പലതരം വെറൈറ്റികൾ. ഇത് മൾട്ടി പെറ്റൽ ബാഴ്സ്യം പ്ലാന്റ് ആണ്. അതിൽ നല്ല ഹെവി ആയിട്ടുള്ള പൂക്കളുണ്ടാകും. അത് വലിയ മെയിൻ്റനൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. തന്നെ വിത്ത് പൊട്ടി വീണ് തന്നെ കിളിച്ച് വരുന്നതാണ്. തന്നെ നേരത്തെ നട്ടിരുന്നതിൽ നിന്ന് കിളിച്ച് വന്നതാണ്. ലോട്ടസ് റോസാണ്. ലോട്ടസ് റോസ് എന്ന് വെച്ചാൽ താമരപ്പൂ വിരിയുന്ന പോലെയാണ് ഇതിൻ്റെ ഓരോ ഇതളുകളും വിരിഞ്ഞ് വരുന്നത്. അതുകൊണ്ടാണ് ലോട്ടസ് റോസ് എന്ന് പറയുന്നത്. ഇത് ഹെവി ആയിട്ട് ബ്ലൂം ചെയ്യുന്നൊരു ചെടിയാണ്. ഇത് നമ്മുടെ സൺ കുന്നൂർസാണ്. അപ്പം വളരെ ഇണക്കമുള്ള കിളികളാണ്. അവരിപ്പോൾ എഗ്ഗിങ്ങിൻ്റെ ടൈം ആയതുകൊണ്ട് കുറച്ച് അഗ്രസീവ്നെസ്സിലാണ്. എല്ലാവരോടും അല്പം ദേഷ്യം കാണിക്കും. അല്ലെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോടൊപ്പം ഇടപെടുന്നവരാണ്. ഇപ്പോൾ മുട്ടയിടാനുള്ള സമയം ആയതുകൊണ്ടാണ് അവരങ്ങനെ ഒരു ദേഷ്യം കാണിക്കുന്നത്. ഇത് ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ വെറൈറ്റീസാണ്. ഇത് ഫിഷർ ഇനത്തിലുള്ള ആഫ്രിക്കൻ ലവ് ബേർഡ്സാണ് ഇതിലുള്ളത്. അപ്പം അവർ നന്നായിട്ട് ബ്രീഡാവുന്ന പേരുകളാണ്. ഒരുപാട് കളറുകളുണ്ടായിരുന്നു. ഇപ്പം കുറച്ചൊക്കെ മാറ്റിയിട്ടേക്കുക. ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഫുഡ് വേസ്റ്റ് കഴിച്ച് മാത്രം ജീവിക്കുന്ന 100ഓളം പ്രാവുകളെങ്കിലും ഇവിടെ ഉണ്ട്. സ്കൂളിലെയും അടുത്തുള്ള പ്രാവുകളെല്ലാം വന്ന് ഇതിൻ്റെ വേസ്റ്റ് കഴിച്ചാണ് അവരെല്ലാ ദിവസവും രാവിലെ അവരും എത്തും. ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ അവർ എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. 2 മുട്ടകളുണ്ട്. അതേപോലെ ഈ കൂടുകളിലെല്ലാം അവർ മുട്ടയിട്ടിരിക്കുക. ബ്രീഡിംഗ് പെയറുകളായി കിടക്കുന്നതല്ല. അപ്പോൾ അവർ
ഒരുപാട് കളർ വളരെ കളർഫുള്ളും രാവിലെ നല്ലൊരു മൈൻഡ് റിഫ്രഷ് ആവുന്ന ഒരു സൗണ്ടാണ് ഇവരുടെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കും കുളിക്കുന്നതിൻ്റെ തിരക്കും ഒക്കെ ആയിട്ട് 10 മണി വരെ ഉള്ള സമയത്ത് എൻഗേജ്ഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് അവർ കുറച്ച് ബോക്സുകളിൽ കയറി വിശ്രമിക്കും. ഇത് ജാവ ഫിഞ്ചസ്, അങ്ങനെ 2 വെറൈറ്റി കിളികൾ ഇതിലുണ്ട്. ആ വലിയ മൈനെ പോലെയുള്ള കിളികൾ ജാവയും മറ്റേതെല്ലാം ഫിഞ്ചസുമാണ്. ആ ഫിഞ്ചസിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ബംഗാളി ഫിഞ്ചസ്, വൈറ്റ് ഫിഞ്ചസ്, സീബ്ര ഫിഞ്ച്. ഇപ്പം വളരെ കുറവേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇപ്പം നിലവിൽ ഉള്ളത് വളരെ കുറവാണ്. എങ്കിലും നല്ല ക്യൂട്ടാണ്. എപ്പോഴും ചെറിയ കുപ്പിച്ചില് പൊട്ടുന്ന പോലത്തെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. വളരെ ഫ്രണ്ട്ലിയാണ്. തിനയാണ് എൻ്റെ ഭക്ഷണം. കോക്ടെയിൽസാണ് ഇതിപ്പോൾ. വൈറ്റ് പേൾ തൊട്ട് സിനമൺ, പിന്നെ ലൂട്ടിനോ, ഗ്രേ, അങ്ങനെ പല വെറൈറ്റീസ് ഉള്ള കോക്ടെയിൽസാണ് ഈ കാണുന്നത്. തൊപ്പിക്കാരൻ കിളികളെന്നാണ് കൊച്ചുകുട്ടികളൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ബ്രീഡിംഗ് പെയറുകളാണ്. അവരെല്ലാം ബ്രീഡാവാറും കുഞ്ഞുങ്ങളെ നമ്മൾ സെയിൽ ചെയ്യാറുമുണ്ട്. പൈനാപ്പിൾ കൊന്നൂർ വെറൈറ്റിയിലുള്ള ഒരു കൊന്നൂറാണ്. സ്മോൾ കൊന്നൂർ വിഭാഗത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേര് എഗ് ചെയ്തിരിക്കുന്ന കാരണം അതിന് കാവലായിട്ടിരിക്കുകയാണ്. തിരിച്ച് കയറി പോവുക. അപ്പോൾ അവർ എഗ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്കും ഒരു വീഡിയോ ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ആഫ്രിക്കൻ പീച്ച് വെറൈറ്റിയിലുള്ള ലൂട്ടിനോ പീച്ച് എന്ന് പറയുന്ന വെറൈറ്റിയിലുള്ള ഒരു ആഫ്രിക്കൻ ലവ് ബേർഡാണ്. അപ്പോൾ അതൊരു പെയറാണ്. അതിൻ്റെ കുഞ്ഞാണ്. ഇപ്രാവശ്യം ഉള്ളതിൽ ഒരു കുഞ്ഞ് ബാക്കിയുള്ളതാണത്. ഇതിപ്പോൾ നമ്മളിവിടെ വെഞ്ചുറി സിസ്റ്റം വെച്ചുള്ള ഒരു കൃഷി രീതിയാണ് ചെയ്തേക്കുന്നത്. ഇത് ഹൈടെക് ഫാമുകൾ ഉപയോഗിക്കുന്ന ഒരു കൃഷി രീതിയായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സ്ഥലം, നമ്മൾ മെയിൻ്റനൻസ് വളരെ കുറവ്. അതായത് പോച്ച പറിച്ച് കളയാൻ നിൽക്കേണ്ട, വെള്ളം ഒഴിക്കാൻ നിൽക്കേണ്ട, വളം ഇടാനായിട്ട് പ്രത്യേക സമയം കണ്ടെത്തേണ്ട. ഇതെല്ലാം നമ്മളൊരു വാൽവ് വഴി കൺട്രോൾ ചെയ്യുന്നൊരു രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ കുറച്ച് സ്ഥലത്ത് ഒരു വീട്ടാവശ്യത്തിനുള്ള മൊത്ത പച്ചക്കറികൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പിന്നെ കൃഷിസ്ഥലം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് ആവശ്യമില്ലാത്തൊരു എഫർട്ട് അതിനായിട്ട് പാഴാക്കി കളയേണ്ടതില്ല. ചെറിയ സ്ഥലത്ത് മാക്സിമം ഈൽഡ് ഉണ്ടാക്കാനും നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ കൃഷി ചെയ്യാനും പറ്റാവുന്ന ഒരു ചെറിയ സെറ്റപ്പ്. ഓരോ വീടുകളിലും ചെയ്യാൻ പറ്റുന്ന, സ്ഥലമില്ലായ്മ എന്നൊരു പ്രശ്നം പരിഹരിക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ശീതകാലമായതുകൊണ്ട് പച്ചക്കറി കുഷികളായി ഇത് ക്യാബേജ്, കോളിഫ്ലവർ, പാവൽ, പിന്നെ പുതിന, പിന്നെ പാലക് ചീര, പിന്നെ കുക്കുംബർ, സലാഡ് കുക്കുംബർ, തക്കാളി, പയർ, വെണ്ട തന്നെ. അത് ആനക്കൊമ്പൻ വെണ്ട, പച്ച വെണ്ട, ചുവന്ന വെണ്ട, അങ്ങനെ പല വെറൈറ്റീസ് അല്ല. അതപ്പോൾ ഈ 2-3 പണയുടെ കുറച്ച് സ്ഥലം കൊണ്ട് വെർട്ടിക്കൽ ഫാമിംഗ് ആണിത്. അത് ഹൊറിസോണ്ടലായിട്ട് നമ്മളിത് പന്തലിടുകയാണെങ്കിൽ ഒരുപാട് സ്ഥലം നമുക്കത് വേണ്ടി വരും. ഇതിപ്പോൾ വെർട്ടിക്കലായിട്ട് പന്തലിട്ട് വളരെ ചെറിയ സ്ഥലത്ത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാവുന്ന ഒരു കൃഷി രീതിയാണ്. ഒരു തവണ ഈ മൾച്ചിങ് ഷീറ്റ് വിരിച്ച് കഴിഞ്ഞാൽ 3 തവണയോളം കൃഷി ചെയ്യാൻ സാധിക്കും. 3-4 തവണ നമുക്ക് അടി കൊടുക്കുന്ന അടിവളത്തിനനുസരിച്ച് എത്ര തവണ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. വളം കുറവാണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം രണ്ടാമത് നമുക്കൊന്ന് ഇളക്കി ചെയ്താൽ മതിയാവും. തക്കാളിയും വെണ്ട എല്ലാം നമ്മുടെ മുട്ട് വന്നു തുടങ്ങി. ഈ 107 മൂട് പയറാണ് ഈ ചെറിയൊരു സ്ഥലത്ത്. എല്ലാ ഹോളിലും ഈ 2 പയറും ചിലതിൽ 3 വെച്ച് 107 മൂട് പയർ ഈ വെർട്ടിക്കൽ ഫാമിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വെഞ്ചർ സിസ്റ്റം വഴിയാണ് നമുക്കിതിൽ വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്നത്. ഞാനിവിടെ ഈ കിളിയുടെ കൂടുകൾ ചെയ്തേക്കുന്നതായാലും കൃഷി ചെയ്തായാലും എല്ലാം കഴിവതും പഴയ സാധനങ്ങൾ, ശൂന്യമായ പലരും ഉപേക്ഷിക്കുന്ന പല സാധനങ്ങളും വെച്ചാണ് നമ്മളിത് പലതും ചെയ്തേക്കുന്നത്. ഈ കൂടുകൾ ഒരെണ്ണം പോലും ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടില്ല. എല്ലാം പഴയ കൂടുകളും ആൾട്രേഷൻ നടത്തിയത് സ്വന്തമായിട്ട് നമ്മൾ ഈ കൊച്ചു പണികളൊക്കെ ചെയ്ത് ഒപ്പിച്ചെടുക്കുന്ന കൂടുകളാണ്. അല്ല ആ കാലത്തിൻ്റെ പൊങ്കാലയിട്ട ബാക്കി കളങ്ങളാണ് ചേര കയറാതെ എടുത്ത് ഉടച്ച് കളയാൻ തുടങ്ങിയപ്പോൾ അത് എടുത്ത് പൊട്ടിച്ച് പെയിൻറ്റ് ചെയ്തെടുത്തത്. അത് കണക്ക് എല്ലാ പരിപാടികളും ഇതെല്ലാം നമ്മൾ തന്നെ വെൽഡിങ്ങും കട്ടറിങ്ങും മെഷീനും ഉണ്ട്. ഇതിപ്പം തിലോപ്പിയ ഇനത്തിലുള്ള മീനുകളാണ് ഇട്ടേക്കുന്നത്. ഇനി കുറച്ച് മീനുകളെ അവശേഷിക്കുന്നുള്ളൂ. വലിയ സൈസൊക്കെ പിടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കാണിക്കാനായിട്ടൊന്ന് പിടിച്ചതേ ഉള്ളൂ. ലാഭകരമായിട്ട് ചെയ്യാവുന്ന, നമുക്ക് അത്യാവശ്യം വീട്ടാവശ്യത്തിന് മീനിൻ്റെ നല്ല ശുദ്ധമായ മത്സ്യം ഉപയോഗിക്കണോ താല്പര്യമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. നേരം പോയി പൂക്കൈത മറപറ്റി ഏനവിടെ ചെന്നപ്പോൾ വീടില്ല കൂടില്ല ഏനവിടെ ചെന്നേ പിന്നെ കെട്ടാപുര കെട്ടിച്ചേ നേരം പോയി നേരം